വിദ്യാർത്ഥികൾ പങ്കെടുക്കുന്ന പരിപാടികളിൽ അവരുമായി സംവദിക്കുന്ന ശീലം തനിക്ക് ഇപ്പോഴുമുണ്ടെന്നും ഒരു അധ്യാപകൻ എന്ന നിലയിലാണ് മണ്ണാർക്കാടും താൻ കുട്ടികളുമായി സംസാരിച്ചതെന്നും മുൻ മന്ത്രി കെ.ടി. ജലീൽ പരിപാടിക്കിടെ കുട്ടികളോട് പല ചോദ്യങ്ങളും ചോദിച്ചിരുന്നു. അവർക്ക് അറിവുണ്ടെങ്കിലും പൊതുവായന കുറവാണെന്നാണ് തനിക്ക് തോന്നിയത്. കുട്ടികളിൽ പൊതുവായന കുറഞ്ഞുവരുന്നത് ഒരു പൊതുപ്രശ്നമാണ്. വായനയിലൂടെ മാത്രമേ സമൂഹത്തെക്കുറിച്ച് അവർക്ക് ശരിയായ അവബോധം ഉണ്ടാകൂ എന്നും അദ്ദേഹം പറഞ്ഞു. വളർന്നു വരുന്ന കുട്ടികൾ അവർക്ക് എല്ലാ ഭാഷകളിലും നല്ല രൂപത്തിൽ ഒരു പ്രാവീണ്യം വേണം എന്നുള്ള സതുദ്ദേശത്തിലാണ് അത് ചെയ്തത്. പിന്നെന്താ, ഇന്ററാക്ഷൻ സെക്ഷൻ തുടരും. അതിന് ഇഷ്ടമുള്ള ആളുകൾ മാത്രം വിദ്യാർത്ഥികളുമായിട്ടുള്ള പരിപാടിയിലേക്ക് എന്നെ ക്ഷണിച്ചാൽ മതി. PM ശ്രീ എവിടെ, ഇതെവിടെ? ഇപ്പൊ ഇന്ന് വിദ്യാഭ്യാസ മന്ത്രി ആ കുട്ടികളെ പോയി കാണുന്നുണ്ട് എന്ന് പറഞ്ഞില്ല. കാരണം മൂപ്പര മണ്ഡലത്തിലാണ് ആ കുട്ടികളുള്ളത്. അത് പോയി കാണട്ടെ. ഷംസുദ്ദീനോട് അങ്ങനെ ആ കുട്ടികൾ മോശമായിട്ട് പറയുമെന്ന് ഞാൻ കരുതുന്നില്ല. അതല്ല, അതിനൊരു വോട്ടെടുപ്പ് ഇതുവരെ നടന്നിട്ടില്ലല്ലോ. എങ്ങനെ ഭൂരിപക്ഷം എങ്ങനെ പറയാ, കൂടുതൽ എന്നെങ്ങനെ പറയാ? ഇന്റെ ഫേസ്ബുക്ക് പോസ്റ്റിലെ കമന്റ് അല്ല, അതിന്റെ ലൈക്ക് നോക്കിയിട്ട് അപ്പൊ ഏതാ കൂടുതൽ? അല്ലല്ല കമന്റ് അങ്ങനല്ല, ലൈക്ക് ഉള്ളത് നോക്കി. ലൈക്കിന്റെ 4 അതിര കമന്റിന് ലൈക്ക് ചെയ്യുന്ന ആൾക്കാർ ലൈക്കേ ചെയ്യുള്ളൂ. ലൈക്കിനെക്കാളും കമന്റ് കൂടിയാൽ അപ്പൊ ഈ പറഞ്ഞത് ശരിയാ. അക്ഷരമറിയാം, എന്നാൽ എഴുതാൻ അറിയില്ലേ എന്നാണ് താൻ കുട്ടികളോട് ചോദിച്ചത്. എഴുതാൻ പറഞ്ഞ കുട്ടികളൊക്കെ ശരിയായി എഴുതിയപ്പോൾ ഒരാൾക്ക് മാത്രമാണ് തെറ്റുപറ്റിയത്. ആ സമയത്ത് അധ്യാപകർ സാധാരണ ചെയ്യാറുള്ളത് പോലെ രസകരമായി ചെവിക്ക് പിടിക്കുക മാത്രമാണ് ചെയ്തത്. അത് വേദനിപ്പിക്കാൻ വേണ്ടി ആയിരുന്നില്ല. ആ കുട്ടിക്കും അങ്ങനെ തോന്നിയിട്ടില്ല. ആരും ഈ കാര്യത്തിൽ തനിക്കെതിരെ പരാതി പറഞ്ഞിട്ടുമില്ല. എന്നാൽ ഇതിനെ വലിയ രീതിയിൽ വിവാദമാക്കാനാണ് ചിലർ ശ്രമിച്ചത്. ഈ സംഭവത്തിൽ ഏതെങ്കിലും കുട്ടിക്കോ രക്ഷിതാവിനോ അപമാനം തോന്നിയിട്ടുണ്ടെന്ന് പറഞ്ഞാൽ താൻ ക്ഷമ ചോദിക്കാൻ തയ്യാറാണെന്നും ജലീൽ വ്യക്തമാക്കി. ഇന്നെ ബന്ധപ്പെട്ടിട്ടില്ല. ആയിക്കോട്ടെ, റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുണ്ട്. അതില് താങ്കളുടെ നടപടി കുറ്റകരവും അനുചിതവുമായ നടപടി എന്നാണ് എന്തോ കൃഷ്ണൻ പറഞ്ഞിട്ടുള്ളത്. അത് അല്ല, റിപ്പോർട്ട് അവതരിപ്പിച്ചു. അതാണ് ഞാൻ പറഞ്ഞത്. അവര് കേസെടുത്തോട്ടെ, അതിനെന്താ? അതിന് ഞാൻ ജയിലിൽ പോകാൻ തയ്യാറാണ്. അവിടെ ഞാൻ ഏതെങ്കിലും ഒരു കുട്ടിയെ അപമാനിച്ചു എന്നുള്ളത് ഏതെങ്കിലും കുട്ടികൾ പരാതിപ്പെട്ടാൽ അവരോട് ഞാൻ നിർവ്യാജം മാപ്പും ചോദിക്കും, ക്ഷമാപണവും നടത്തും. അങ്ങനെ പറയാത്തിടത്തോളം കാലം ക്ഷമയുടെയോ അല്ലെങ്കിൽ മാപ്പ് ചോദിക്കലിൻ്റെയോ പ്രശ്നം ഉദിക്കുന്നില്ലല്ലോ. സംഭവത്തിൽ MSF ബാലാവകാശ കമ്മീഷന് പരാതി നൽകിയതിനെക്കുറിച്ച് പ്രതികരിച്ച അദ്ദേഹം കമ്മീഷൻ കേസെടുക്കുന്നതിന് പൂർണ്ണമായി സ്വാഗതം ചെയ്യുന്നുവെന്ന് അറിയിച്ചു. ഈ കേസിൽ താൻ മുൻകൂർ ജാമ്യത്തിന് പോകില്ലെന്നും ജാമ്യമെടുക്കാതെ ജയിലിൽ പോകാൻ പോലും താൻ തയ്യാറാണെന്നും കെ.ടി. ജലീൽ. ഈ വിവാദത്തിലൂടെ പൊതുവിദ്യാഭ്യാസത്തെ താറടിക്കാനാണ് പലരും ശ്രമിക്കുന്നത്. കുട്ടികളെ പൊതുവിദ്യാഭ്യാസത്തിന്റെ ഭാഗമാക്കണമെന്ന് നിരന്തരം ആവശ്യപ്പെടുന്നയാളാണ് താനെന്നും കഴിഞ്ഞ 10 വർഷം പൊതുവിദ്യാലയത്തിൽ പഠിച്ചുകൊണ്ടാണോ ഒരാൾ കേരളത്തെ കാരളമെന്ന് എഴുതിയതെന്നും മയ, കുയി, പുയ എന്നൊക്കെ മുതിർന്നവർ പോലും തെറ്റായി പറയുന്നത് കഴിഞ്ഞ 10 വർഷം സ്കൂളിൽ പഠിച്ചതുകൊണ്ടാണോ എന്നും ഇവർക്കൊന്നും തെറ്റുകൾ തിരുത്തി കൊടുക്കാൻ ആളില്ലാത്തതാണ് യഥാർത്ഥ പ്രശ്നമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. മയ, കുയി, പുയ, അയക് എന്നൊക്കെ മുതിർന്ന ആളുകൾ പോലും പറയുന്നത് കഴിഞ്ഞ 10 കൊല്ലമായിട്ട് നമ്മളുടെ പൊതുവിദ്യാലയത്തിൽ പഠിച്ചു വന്നതുകൊണ്ടാണോ? അന്ന് യഥാർത്ഥത്തിൽ ഇവർക്കൊന്നും നമ്മളെപ്പോലെ ഇങ്ങനെ കറക്റ്റ് ചെയ്ത് കൊടുക്കാൻ ഒരാളുണ്ടായില്ല. അതുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത്. അല്ലെങ്കിൽ അവരിങ്ങനെ പറയില്ല. അപ്പോൾ ബാലാവകാശ കമ്മീഷൻ കേസെടുക്കുമെന്ന് പറയുന്നു. ഞാനതിനെ സ്വാഗതം ചെയ്യാം. ഇക്കാര്യത്തിൽ ഞാനൊരു മുൻകൂർ ജാമ്യത്തിന് പോലും പോകില്ല. ബാലാവകാശ കമ്മീഷൻ കേസെടുത്ത് ജയിലിലടക്കട്ടെ, ഞാനത് സ്വീകരിക്കും. കുട്ടികൾക്ക് ഇങ്ങനെ ഒരു അധ്യാപകൻ എന്നുള്ള നിലയിൽ പറഞ്ഞു കൊടുത്തത് മോശമായി പോയി, അങ്ങനെ ഒരിക്കലും പറയാൻ പാടില്ല എന്നതാണ് തീരുമാനമെങ്കിൽ ആ തീരുമാനം അനുസരിക്കാൻ ഞാൻ ഒരുക്കമാണ്.
ഈ ചാനൽ ന്യൂസ് മലപ്പുറം. BSc ഒപ്റ്റോമെട്രി ഒരു പ്രൊഫഷണൽ കോഴ്സാണ്. ഇതൊരു പ്രാക്ടിക്കൽ ഓറിയന്റഡ് കോഴ്സും കൂടിയാണ്. ക്ലാസ്സിൽ പഠിക്കുന്നതിനേക്കാൾ ക്ലിനിക്കൽ എക്സ്പോഷർ കൂടുതൽ വേണ്ടൊരു മേഖലയും കൂടിയാണ്. അൽസലാമ ഐ ഹോസ്പിറ്റലിൽ ആവശ്യത്തിലധികം ക്ലിനിക്കൽ എക്സ്പോഷർ നമുക്ക് ലഭിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വേഗത്തിൽ പഠിക്കാൻ പറ്റുന്നു, എല്ലാം മനസ്സിലാക്കാനും പറ്റുന്നു. We are very happy to be the part of Al Salama Optometry College.